Hi and welcome back to the next lesson in this series. അപ്പം കൗൺസിലിംഗ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ അടുത്തത് കൗൺസിലിംഗ് പ്രോസസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ കൗൺസിലിംഗ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ കൗൺസിലിംഗ് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു പടിപടിയായ ഒരു പ്രക്രിയ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, കാരണം അതിന്റെ പിന്നിൽ ഒരു തെറാപ്പി ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ആ ഒരു ഉദ്ദേശം നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ അത് സ്ട്രക്ചേർഡ് ആയിരിക്കണം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അതിനുണ്ട്, അല്ലെ? എന്നാൽ അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു കൗൺസിലർ, അതായത് ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഒരു കൗൺസിലറും ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയും തങ്ങളിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ ഈ ഇന്ററാക്ഷനെ നയിക്കുന്ന ചില രീതികളുണ്ട്. ഈ ഇന്ററാക്ഷനെ തിട്ടപ്പെടുത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ എന്താ പറയുക, ചില തിയറീസും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇത് ഒരു സിംഗിൾ കോൺവെർസേഷൻ അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ചിലപ്പം അതൊരൊറ്റ ഇരിപ്പിൽ അങ്ങ് അവസാനിക്കുമായിരിക്കും. ബട്ട് ദെൻ അഗെയിൻ മിക്കവാറും അതൊരു സിംഗിൾ കോൺവെർസേഷൻ അല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ആ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ പതിയെ പതിയെ ക്ലയന്റിന് ക്ലാരിറ്റി ലഭിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു ക്ലയന്റിന്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനകത്ത്. അതേപോലെ ഒരുപാടധികം ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ അവിടെ ലഭിക്കും എന്നുള്ളത്. എന്നാൽ അത് പതിയെ പതിയെ ഇതെല്ലാം കോൺഫിഡൻസ് ആയിട്ട് മാറും ആ ഒരു ക്ലയന്റിൽ. ആ ക്ലയന്റിന് ഇനി ഉണ്ടാകുന്ന ചാലഞ്ചസ്, ആ ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിടുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ആയി മാറും എന്നുള്ളത്. ഇപ്പോ നിങ്ങളിപ്പം PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്, അല്ലെ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഒരുപാടധികം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അത് സൈക്കോളജി ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നാലും, സോഷ്യൽ വർക്ക് ആയിരുന്നാലും, എഡ്യൂക്കേഷണൽ സർവീസസ് ആയിരുന്നാലും ശരി തന്നെ, ഇതിനെ ബേസ് ചെയ്ത് ഒരുപാടധികം ചോദ്യങ്ങൾ വരും. പ്രത്യേകിച്ചും ഇതിന്റെ സ്റ്റേജസിൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. തിയറിറ്റിക്കൽ മോഡൽസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കൗൺസിലിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോസസ്സസ് എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തും, പ്രോസസ്സ് മാത്രമല്ല അതിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? നൗ let us look at the meaning and the nature of counseling process. ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, ഏകദേശം നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ കൗൺസിലിങ്ങിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇന്റൻഷനൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പാണ്. ഇന്റൻഷനൽ എന്ന് പറയുമ്പോഴത്തേക്ക് മനഃപൂർവ്വമായി ചെയ്യുന്ന, എന്നാൽ അതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ഒരു അജണ്ടയുണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നടപ്പാക്കിയെടുക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പലപ്പോഴും നമുക്ക് കാണാം, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റും ഈ ഒരു കൗൺസിലിംഗിന്റെ ഫലമായിട്ട് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് മനഃപൂർവ്വമായി ചെയ്യുന്ന ഒന്നാണ്, പേർപ്പസ്ഫുൾ ആണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്ലയന്റ് സെന്റേർഡ് ആണ്. ക്ലയന്റ് സെന്റേർഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ പറഞ്ഞ്, ക്ലയന്റിനെയാണ് അവിടെ എന്താ പറയേണ്ടത്, മുന്നിൽ നിർത്തി ക്ലയന്റിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്ത് നടപ്പാക്കിയെടുക്കുന്ന ഒന്നാണ് ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? എന്നിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെ എംപവർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ എംപവറിങ് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ സ്വന്തം ഗ്രോത്ത് അവരുടെ കൈകളിൽ, അവരുടെ കൺട്രോളിലെടുത്ത് ആ ഗ്രോത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് അവരിൽ ബിൽഡ് ചെയ്യുന്നതാണ് ഈ ഒരു എംപവർമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു സ്വഭാവം ഇതിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഇതിനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ക്ലയന്റിന്റെ ലൈഫില് പല ഘട്ടങ്ങളിലും ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഇത് ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് കൗൺസിലിംഗ് നടത്താനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു കൊളാബറേഷൻ അവിടെ ഉണ്ടാകണം.
അപ്പോൾ ഇത് കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ നോക്ക്, ഒരു മെഡിക്കൽ ഡോക്ടറെ അടുത്ത് നമ്മൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരുപാടധികം കൊളാബറേഷൻ അവിടെ വേണ്ട. അവിടെ ആകെ വേണ്ട ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു പ്രശ്നം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആ കൗൺസിലറുമായിട്ട് ഒരുപാടധികം സഹകരിച്ച് പ്രവർത്തിക്കണം ആ ഒരു ക്ലയന്റ്. തിരിച്ചും അതേപോലെ ആ ഒരു സഹകരണം അവിടെ ഉണ്ടാകണം. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനുള്ള പരിഹാരങ്ങൾ ക്ലയന്റ് ഡിക്റ്റേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഒരു മെഡിക്കൽ ഡോക്ടർ ചെയ്യുന്നത് പോലെ അത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയല്ല അത് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം മനസ്സിൽ നമ്മൾ ഓർത്തോളൂ. അപ്പൊ അവര് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോളുക. അതായത് ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് സിസ്റ്റമാറ്റിക് ആണ്. കാരണം അതിന് പടിപടിയായിട്ടുള്ള ഒരു പ്രൊസീജിയർ അതിനുണ്ട്, അതുകൊണ്ട് അത് സിസ്റ്റമാറ്റിക് ആണ്. എന്നാൽ സിസ്റ്റമാറ്റിക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ഡൈനമിക് ആണ്. ഡൈനമിക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഫിക്സ്ഡ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ഡൈനമിക് ആയി മാറുന്നത്, ഞാനൊന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഓരോ ക്ലയന്റും വ്യത്യസ്തമായവരാണ് അല്ലെ. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മരുന്ന് ഇവിടെ കൊടുക്കാനായിട്ട് കഴിയില്ല. ഇതിനകത്ത് മരുന്നിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിലും അത് എന്താ പറയേണ്ടത്, ഒരു ഉപമ ഞാൻ അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാ. എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് പറ്റില്ല. പല രീതിയിൽ ഓരോരുത്തരുടെ ആവശ്യം, ഓരോരുത്തരുടെ പ്രശ്നം, ഓരോരുത്തർക്ക് കേട്ടാ മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിനെ എന്താ പറയേണ്ടത് പല രീതിയിൽ മാറ്റിയും തിരിച്ചും കൗൺസിലർക്ക് അവതരിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ സിസ്റ്റമാറ്റിക്കും ഡൈനമിക്കും ആണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം കൃത്യമായ സ്റ്റെപ്സ് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ആ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് എത്രത്തോളം വേഗത്തിൽ ഇത് ഗ്രഹിക്കാം, മനസ്സിലാക്കാം, ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് എന്താ പറയേണ്ടത് ഈ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന ആ ഓരോ സ്റ്റെപ്സും എന്താ പറയേണ്ടത് നമുക്ക് മാറ്റിയും തിരിച്ചും ഒക്കെ എടുക്കാം എന്നുള്ളത്. ഇനി ലെറ്റ് us look at എന്താണ് ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് കുറച്ച് ഡെഫിനിഷൻസ് നമുക്കുള്ളത് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ 3 ഡെഫിനിഷൻസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നോക്കിയേ, ജി ഈഗൻ 1986 വന്ന ഡെഫിനിഷനിൽ പറയുന്നത് ഇതൊരു 3 സ്റ്റേജ് മോഡലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ 3 സ്റ്റേജ് എന്ന് പറയുമ്പം ആദ്യം എക്സ്പ്ലോറേഷൻ നടക്കുന്നു, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓർ പ്ലാനിങ് ആൻഡ് ആക്ഷൻ എന്നുള്ളത്. ഇനി ഫസ്റ്റ് 2005 5 സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ്, ഇനിഷ്യേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, ഇങ്ങനെയാണ് ആ ഒരു 5 സ്റ്റേജ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മാർജറി നെൽസൺ 2001 പറഞ്ഞിരിക്കുന്നത് 9 മൈക്രോ സ്റ്റെപ്സ് ഫ്രം ബിൽഡിംഗ് ട്രസ്റ്റ് ടു ഫീഡ്ബാക്ക്. അപ്പോൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത് മുതൽ ഫീഡ്ബാക്ക് വരെ എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം പല തരത്തിലുള്ള ഡെഫിനിഷൻസ് നമുക്കിവിടെ കാണാം. ഈ ഡെഫിനിഷൻ പലപ്പോഴും ഒന്നുകിൽ അതിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ആ കൗൺസിലിംഗിന്റെ പേർപ്പസ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിനെ ബേസ് ചെയ്ത് വരുന്നതായിട്ടും കാണാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈഗന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 3 സ്റ്റേജ് പ്രോസസ് ആണെന്നാണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റർ എന്താണ് ശരിക്കും പറയുന്നത്, ഫസ്റ്റർ കൗൺസിലിങ്ങിനെ എന്താ പറയേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു 5 സ്റ്റേജ് പ്രോസസ് എന്നാണ്. ആ 5 സ്റ്റേജസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റേജസ് എല്ലാം ഏകദേശം അതിന്റെ ആക്ഷൻസ് ആണ് അവിടെ എഴുതിയേക്കുന്നത് അല്ലെ. അറ്റൻഡിങ് ഒരു ആക്ഷൻ ആണ്. ആ 3 സ്റ്റേജ് മോഡലിലും ആക്ഷൻസ് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ആക്ഷൻസ് തന്നെയാണ് ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കൗൺസിലർ ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഫസ്റ്ററും അവിടെ പറഞ്ഞിട്ടുള്ളത്. മാജോറിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 9 സ്റ്റെപ്പ് മോഡൽ അവരവിടെ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങി അവസാനം ഒരു ഫീഡ്ബാക്കിലും റിവ്യൂവിലും വന്നെത്തി നിൽക്കുക എന്നാണ്. അപ്പൊ കോമൺ ആയിട്ട് ഇതിനകത്ത് വരുന്ന ഒരു പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഒന്ന് ഗോൾ ഡയറക്റ്റഡ് ആണ്. അതിന്റെ എൻഡിൽ ഒരു ഗോൾ ഉണ്ട് അച്ചീവ് ചെയ്യാൻ എന്നുള്ളത്. കൃത്യമായ ഒബ്ജക്റ്റീവ്സ് ഇതിനുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ആണ് ശരിക്കും ഇതിനെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ ആ ഒരു ക്ലയന്റിന്റെ ആവശ്യം അനുസരിച്ച് ഇതിനെ അഡാപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിനെ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, മാറ്റാനും തിരിക്കാനും സാധിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പ്രോഗ്രസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആണോ? ലീനിയർ ആണോ? ഓക്കെ. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റേജില് ആ ഒരു ലീനിയറിറ്റി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും എന്താ പറയേണ്ടത്, പലപ്പോഴും
അത് മുന്നോട്ട് ലീനിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു പ്രൊസീജിയർ എന്നുള്ളതാണ്. അവിടെ പിന്നെ തിരിച്ചു വരത്തില്ല, ഒരു ഡയറക്ഷനിൽ അത് മുന്നോട്ട് പോകും. പ്രോസസ് എന്ന് പറയുമ്പം ലീനിയർ ആകാം, അതാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലേക്ക് പോകുന്നത്. അതേപോലെ സർക്കുലർ ആകാം, അവർ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ആ ഒരു പോയിന്റിൽ വന്ന് അവസാനിച്ച് വീണ്ടും ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി തിരിച്ച് ആ പോയിന്റിൽ, അങ്ങനെ പല രീതിയിൽ പ്രോസസ്സ് അവിടെ വരാം. അപ്പൊ ഇവിടെ ഇത് ലീനിയർ ആണെങ്കിലും പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം കഴിഞ്ഞ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് ഒരു പക്ഷേ തിരിച്ചിറങ്ങി വരേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു സ്പൈറൽ പാറ്റേൺ ആയിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അത് ഒറ്റ നോട്ടത്തിൽ നമുക്കത് ലീനിയർ ആയിട്ട് തോന്നുകയാണെങ്കിലും ഇറ്റ് ഇസ് റിയലി നോട്ട് ലീനിയർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, now let us look at another important factor. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് നമുക്ക് ഇനിയിപ്പോൾ നോക്കാനുള്ളത്. അതായത് വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് കൗൺസിലിംഗ് പ്രോസസ്. ഓക്കെ, അപ്പോ ഈ ഡെഫിനിഷൻസിൽ നിന്ന് ഇതിപ്പോ നമ്മൾ ചർച്ച ചെയ്താണ്. ഒന്ന്, ഇത് ഗോൾ ഓറിയന്റഡ് ആണ്, നോൺ ലീനിയർ ആണ്, അല്ലെങ്കിൽ ഒരു സ്പൈറൽ പ്രോഗ്രഷൻ അവിടെ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫോക്കസ് ഓൺ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയുടെ ആ ഒരു ലൈഫ് സ്പാനിലേക്കുള്ള ഡെവലപ്മെന്റ്, ജീവിതകാലം മുഴുവനും നിലനിൽക്കത്തക്ക രീതിയിൽ. അതേപോലെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് ക്ലയന്റും കൗൺസിലറായിട്ട് നടക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുക, അല്ലെ ക്ലയന്റ് സഹകരിക്കാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത് ഒരു പ്രശ്നമായിട്ട് മാറും എന്നുള്ളത്. ഇനി നമുക്ക് ആ ഒരു സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കണ്ട് പല തിയറിയിലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡിഫറെന്റ് വേർഷൻസ് 3, 5, 9 ഒക്കെ സ്റ്റേജസ് ആയിട്ട് നമുക്ക് കാണാം, അല്ലെ? അപ്പൊ ഏറ്റവും വൈഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതിനകത്ത് 5 പ്രിൻസിപ്പൽ സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ്, നമുക്ക് ഈ ഓരോ സ്റ്റേജും ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തത് എക്സ്പ്ലോറേറ്ററി സ്റ്റേജ്, മൂന്നാമത്തത് പ്ലാനിംഗ് സ്റ്റേജ്, നാലാമത്തത് ആക്ഷൻ സ്റ്റേജ്, അഞ്ചാമത്തത് ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷൻ സ്റ്റേജ്. ഇതാണ് ആ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ഓരോ സ്റ്റേജും നമുക്ക് കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ഈ കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ് തെറാപ്യൂട്ടിക് ജേർണി നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പൊ എന്താണ് ഈ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒന്ന്, ആ ഒരു ട്രസ്റ്റും കോൺഫിഡൻഷ്യാലിറ്റിയും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ അവിടെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഒരു പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും ആ ഒരു കൗൺസിലറും, അല്ലെങ്കിൽ കൗൺസിലറും ക്ലയന്റും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മുൻപരിചയം ഇല്ലാത്ത വ്യക്തികളായിരിക്കും. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴും മുൻപരിചയമൊന്നും നമുക്ക് വേണ്ടല്ലോ, അല്ലേ? അപ്പോ പക്ഷേ ഇവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ ചില മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പനിക്ക് മരുന്ന് വാങ്ങാനല്ല. സോ ആ ഒരു കൗൺസിലർ അറിയണം എന്താണ് പ്രശ്നം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിലാണ് എന്താ പറയേണ്ടത്, ആ ഒരു കൗൺസിലർ ശരിക്കും ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ക്വാളിറ്റീസ് ഓഫ് എ കൗൺസിലറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെ? ആ ഒരു ട്രസ്റ്റ് ബിൽഡിങ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ തന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിശ്വാസം, കൗൺസിലറെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ക്ലയന്റിന് തോന്നണം. അതേപോലെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലയന്റ് വന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് നേരെ ഉടനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എടുത്തിട്ട് ഒരു മെസ്സേജ്, എനിക്ക് ഇങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ആ വ്യക്തി ഇവിടെ ഉള്ളതാണ്, ഇന്നടത്ത് ജോലി ചെയ്യുന്നതാണ്, പുള്ളിയുടെ പ്രശ്നം ഇതാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ അവിടെ ആ ഒരു സെൻസ് ഓഫ് സേഫ്റ്റി അവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ്, അതായത് ഈ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ട് അവിടെ ഉപയോഗിക്കുക. പിന്നെ എന്താ പറയേണ്ടത്, ക്ലാരിഫൈ പേർപ്പസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഈ ഒരു സ്റ്റേജിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കൗൺസിലിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൗൺസിലർ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച് അവിടെ പറയണം. കോൺഫിഡൻഷ്യാലിറ്റിയുടെ ലിമിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യേണ്ടതായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. നോക്ക്, നിയമപരമായ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു ക്ലയന്റ് സ്വന്തം ആ വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഒരു അപകടകാരിയായി മാറുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല.
ഈ സ്റ്റേജിൽ തന്നെ ഉറപ്പുവരുത്തണം രണ്ടുപേരും അന്യോന്യം അവരവരുടെ റോൾസ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ഫേസിൽ, ഈ ഫസ്റ്റ് പ്രിപ്പറേറ്ററി ഫേസിൽ തന്നെ എന്താ പറയേണ്ടത്, ഒരു അസസ്മെന്റ് ഇവിടെ നടത്തും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നടത്തുന്ന ആ ഒരു ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇമോഷണലി, നമ്മൾ മെന്റലി എന്നൊക്കെ പറയത്തില്ലേ, പ്രിപ്പയർഡ് ആയോ ഈ ഒരു വ്യക്തി ഈ ഒരു കൗൺസിലിംഗ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിന് ഇപ്പൊ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണ്ട സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, അറ്റൻഡിങ് ബിഹേവിയേഴ്സ് ഇവിടെ വേണം, ആക്റ്റീവ് ലിസണിങ് ഇവിടെ ഉണ്ടായിരിക്കണം. അറ്റൻഡിങ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു 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 വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ആക്റ്റീവ് ലിസണിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെറുതെ കേട്ടു പോകുന്നതല്ല, മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ചെവിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലെ സൗണ്ട് വന്നിരുന്നാലും അത് അങ്ങ് ചെവിയുടെ ഉള്ളിലേക്ക് കയറും. പക്ഷെ ചെവിയുടെ ഉള്ളിലേക്ക് കയറിയ സൗണ്ടിനെ നമ്മൾ പ്രോസസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. മറ്റത് സെലക്റ്റീവ് ലിസണിങ്. നമ്മളിപ്പോ ഒരു മാർക്കറ്റ് പ്ലേസിൽ നിൽക്കുമ്പോൾ ഒരുപാടധികം സൗണ്ടുകൾ നമുക്ക് കേൾക്കാം. ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കാം, ആൾക്കാർ ബഹളം വെക്കുന്ന സൗണ്ട് കേൾക്കാം, എന്തെല്ലാം തരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് അവിടെ കേൾക്കാം. അപ്പൊ അവിടെ നമ്മൾ ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് ലിസൺ ചെയ്യുന്നതിന് സെലക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഇവിടെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ആ ക്ലയന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ കേട്ട് ശ്രദ്ധിച്ച് കേട്ട് പ്രോസസ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്ലയന്റ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആൻഡ് ക്ലയന്റിന്റെ ഫീലിങ്സിനെ നമ്മൾ ഇവിടെ ബഹുമാനിക്കണം എന്നുള്ളത്. ആൻഡ് ആ ഒരു ക്ലയന്റിന്റെ വെൽബീയിങ്ങിൽ വളരെയധികം താല്പര്യം ഈ ഒരു കൗൺസിലർ ഈ ഒരു ഘട്ടത്തിൽ കാണിക്കണം. കാൾ റോജേഴ്സിന്റെ ഒരു കോർ കണ്ടീഷൻ നമ്മൾ നോക്കി, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംപതി ഉണ്ടാകണം, അല്ലേ? അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഉണ്ടാകണം. ആൻഡ് ദേ ഷുഡ് ഓൾസോ ബി കോൺഗ്രുവൻസ്. അപ്പോൾ എന്താ പറയേണ്ടത്, അതൊക്കെ ഈ ഒരു സ്റ്റേജിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരും. കോൺഗ്രുവൻസ് എന്ന് പറയുന്നത് പൊരുത്തമാണ്. അതാണ് കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പൊരുത്തപ്പെട്ടു പോകണം എന്ന്. അപ്പോൾ ഈ ക്വാളിറ്റീസ് ഒക്കെ ഈ ഒരു എന്താ പറയേണ്ടത്, ഒരു കൗൺസിലർക്ക് ഉണ്ടെങ്കിൽ then the client will feel respected. ക്ലയന്റിന് മനസ്സിലാകും, ഓക്കെ, ആള് എന്നെ സഹായിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ക്ലയന്റിന് അവിടെ എന്താ പറയേണ്ടത്, ഒരു വാല്യൂ ഫീൽ ചെയ്യുന്നത് ക്ലയന്റിന്. ഓക്കെ, അപ്പോ നമ്മുടെ PSC ചോദ്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഈ ഫൗണ്ടേഷണൽ കണ്ടീഷൻസ് അറിയാമോ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അത് ഏത് തിയറിസ്റ്റുമായി ആണിത് പറഞ്ഞിരിക്കുന്നത്, ആ തിയറിസ്റ്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ മാച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ഈ ഫൗണ്ടേഷണൽ കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളിവിടെ കാൾ റോജേഴ്സിന്റെ കോർ കണ്ടീഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കയറാം, വിച്ച് ഈസ് ദി എക്സ്പ്ലോറേറ്ററി സ്റ്റേജ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്, എക്സ്പ്ലോർ ചെയ്യുകയാണ്, അല്ലേ? അപ്പൊ ഇവിടെ ക്ലയന്റും കൗൺസിലറും ശരിക്കും ആ ഒരു ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് അവർ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇവിടുത്തെ ആ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ആ പ്രശ്നത്തിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട്, അത് ആ ക്ലയന്റിന്റെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെയുള്ളത്. അപ്പൊ ഇവിടെ കൗൺസിലർ എന്താ ശരിക്കും ചെയ്യുന്നത്, ക്ലയന്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്ലയന്റ് തന്നെ ക്ലയന്റിന്റെ ചിന്തകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, ഫീലിങ്സിനെ എക്സ്പ്ലോർ ചെയ്യണം, ബന്ധങ്ങൾ, റിലേഷൻഷിപ്സിനെ കുറിച്ച് ചിന്തിക്കണം. ആ ഒരു വ്യക്തിക്ക് ജീവിതത്തോടും മറ്റുള്ളവരോടും പ്രശ്നങ്ങളോടും ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് എന്താ പറയേണ്ടത്, ആ ഒരു കൗൺസിലർ ശരിക്കും ആ ഒരു ക്ലയന്റിന്റെ സാഹചര്യം, ക്ലയന്റിന്റെ അന്തരീക്ഷം, ക്ലയന്റിന്റെ എൻവയൺമെന്റ് അത് മനസ്സിലാക്കുന്നത്. അത് ക്ലയന്റിന്റെ ആ ഒരു ഇന്റേണൽ എൻവയൺമെന്റ് മനസ്സിലാക്കണം, എക്സ്റ്റേണൽ എൻവയൺമെന്റ് മനസ്സിലാക്കണം. എങ്കിലേ ഒരു പൂർണ്ണമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പൊ അതെങ്ങനെയാണ്, അത് ക്ലയന്റ് പറയുന്ന ചില വാക്കുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അതല്ലേ വേർബൽ ക്യൂസ് എന്ന് പറയുന്നത്. നോൺ വേർബൽ ആയിട്ടുള്ള സൈൻസ് അവിടെ ഉണ്ടാകും. നോൺ വേർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ചല്ലാതെ ചിലപ്പോൾ കൈ ഉപയോഗിച്ചോ, പല്ല് കടിച്ചോ, അല്ലെങ്കിൽ കരഞ്ഞോ,
അങ്ങനെയൊക്കെ വരുന്നതാണ് നോൺ വെർബൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ അവരിയ്ക്കുന്ന ആ ഒരു രീതി, താടിക്ക് കൈകൊടുത്ത് ഇങ്ങനെ കുനിഞ്ഞിരുന്നാൽ അതൊരു വിഷമം കാണിക്കുന്നത് പോലെയാണ് അല്ലെ, അവരുടെ കണ്ണിന്റെ മൂവ്മെന്റ്. അപ്പോൾ അവിടെയാണ് ആക്റ്റീവ് ലിസണിങ്. നമുക്ക് ആ വെർബൽ ക്യൂസ്, അവർ പറയുന്ന വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ, അവർ പറയാതെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ളത് എന്താ പറയേണ്ടത്, ക്ലയന്റ് പറയുന്നത് ഇന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോ ഇവിടെയാണ് ഈഗന്റെ ഒരു ഐഡിയ വന്നിട്ടുള്ളത്, ആക്യുറേറ്റ് എംപതി, അതേപോലെ അഡ്വാൻസ്ഡ് എംപതി എന്ന് പറയുന്നത്. അപ്പോ എംപതി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആക്യുറേറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സ് ഈഗൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ റെലവെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ ആക്യുറേറ്റ് എംപതി എന്ന് പറയുമ്പോഴത്തേക്ക്, ആക്യുറേറ്റ് എംപതി എന്ന് പറഞ്ഞാല് ആ ക്ലയന്റിന്റെ അടുത്ത് എന്തിനാണോ എംപതി എക്സ്പ്രസ് ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് ആ എംപതി എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ആ ഒരു ക്ലയന്റിനെ കൃത്യമായിട്ട് പ്രശ്നം മനസ്സിലാക്കിയിട്ട് ആ ക്ലയന്റിന്റെ പ്രശ്നത്തിന് തന്നെ ആയിരിക്കണം നമ്മൾ എംപതി അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അഡ്വാൻസ് എംപതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ആക്ച്വലി ക്ലയന്റിനുള്ള ഒരു അസിസ്റ്റൻസ് ആണ്. ക്ലയന്റിന്റെ ആ ഒരു ഇന്നർ ഡീപ്പർ ഫീലിംഗ് അവരുടെ ബോധ മനസ്സിൽ ഇല്ലാത്തത്, ബോധ മനസ്സിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയാണ് അഡ്വാൻസ്ഡ് എംപതി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തത് നമ്മുടെ പ്ലാനിങ് സ്റ്റേജ് ആണ്. അപ്പൊ പ്ലാനിങ് സ്റ്റേജിൽ എന്താ പറയേണ്ടത്, ആ ഇതിനു മുന്നത്തെ സ്റ്റേജിൽ നേടിയെടുത്ത ആ ഒരു ഇൻസൈറ്റ്സ്, നേടിയെടുത്ത വിവരങ്ങൾ, അതിനെ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആക്കിയിട്ട് മാറ്റുന്നത്, നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള എയിംസ് അല്ലെങ്കിൽ ഗോൾസ് ആക്കിയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൊളാബറേഷൻ വരുന്നുണ്ട്. അതായത് ആ ഒരു കൗൺസിലറും ക്ലയന്റും കൂടെ ഒരുമിച്ചിരുന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് ആ ക്ലയന്റിന്റെ ആവശ്യം എന്താണ്, ക്ലയന്റ് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആൻഡ് ഈ ഒരു എന്താ പറയേണ്ടത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ മുമ്പോട്ട് നീങ്ങാം എന്നുള്ളത്. ഈ ഒരു സ്റ്റേജിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയേണ്ടത്, സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അറ്റൈനബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് വളരെ കൃത്യമായിരിക്കണം. അത് ജസ്റ്റ് ഒരു ആംബിഗ്വസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേഗമായിട്ടുള്ള ഒരു സെന്റൻസ് ആകരുത്. കൃത്യമായിട്ട് എന്താണ് അവിടെ അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്ക്, എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നതും അടുത്ത 6 മാസം കൊണ്ട് എനിക്ക് 10 കിലോ കുറയ്ക്കണമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നത് സ്പെസിഫിക് അല്ല, വേഗാണ്. അടുത്ത 6 മാസം കൊണ്ട് എനിക്ക് 10 കിലോ കുറയ്ക്കണമെന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അതേപോലെ മെഷറബിൾ ആയിരിക്കണം. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് അളന്ന് നോക്കാനായിട്ട് കഴിയണം ഇതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ നേടിയെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. ഹനുമാനെ പോലെ ഇപ്പൊ നമുക്ക് മല ചുമന്നുകൊണ്ട് വരേണ്ടതാണ് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് അറ്റൈനബിൾ അല്ല, അല്ലെ? അപ്പോ ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഒബ്സ്റ്റക്കിൾസ് വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ബലങ്ങൾ, എന്തൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ബലഹീനതകൾ, അതെല്ലാം മനസ്സിലാക്കി ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും ഈ പ്ലാനിങ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് കൺഫ്രണ്ടേഷൻ ആൻഡ് ഇമ്മീഡിയസി എന്നൊക്കെയുള്ള സ്കിൽസ് വളരെയധികം പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ കൺഫ്രണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയെ നേരിടുന്നതാണ് കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഫിസ്റ്റ് ഉപയോഗിച്ച് നേരിടുന്നതല്ല, പകരം വളരെ ജെന്റിലായിട്ട് ആ ക്ലയന്റിന്റെ ചിന്തയിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെങ്കിൽ, ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ എന്താ പറയേണ്ടത്, ചിന്തകളിലോ പെരുമാറ്റത്തിലോ ഒരു പരസ്പര വിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെ അതിനെ കൗൺസിലർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതാണ് കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത്. ആ ഇമ്മീഡിയറ്റസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു പ്രസന്റ് മൂവ്മെന്റില് ആ ഒരു പ്രസന്റ് മൂവ്മെന്റിൽ ആ ഒരു നിമിഷം എന്താണ് അവിടെ സാധിക്കേണ്ടത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഇമ്മീഡിയറ്റസി. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം കൗൺസിലർക്ക്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടത്. അതേപോലെ കൺഫ്രണ്ടേഷൻ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ടോ ആ വ്യക്തി പറയുന്നതിൽ. അപ്പൊ ഇതൊക്കെ വീണ്ടും തിരിച്ച് നമ്മുടെ ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് പോകും. നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുവെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കൂ. അപ്പോ
ഈ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലയന്റിനെ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്ന അതിലേക്ക് പ്രോത്സാഹിപ്പിക്കും എന്നുള്ളത്. ക്ലയന്റിന് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ അവിടെ വരും. യെസ്, എനിക്ക് നേടാനായിട്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്ലയന്റിനെ കൊണ്ട് തന്നെയാണ് ഇവിടെ സമ്മതിപ്പിക്കുന്നത്, അല്ലെ ആ ക്ലയന്റ് തന്നെയാണ് തീരുമാനിക്കുന്നത് ഇന്നതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ ഒരു ഇൻസൈറ്റ്സ്, അഭിപ്രായങ്ങൾ മാത്രമാണ് ഇവിടെ കൗൺസിലർ കൊടുക്കുന്നത്. ഒരിക്കലും കൗൺസിലർ നിർബന്ധിച്ചു ഒന്നും ക്ലയന്റിനെ അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളതാണ്. നാലാമത്തത് ആക്ഷൻ സ്റ്റേജ് ആണ്. ആക്ഷൻ സ്റ്റേജ് നമുക്കറിയാം അല്ലെ, ഇവിടെയാണ് ക്ലയന്റ് ശരിക്കും ആ കഴിഞ്ഞ സ്റ്റേജിൽ തീരുമാനിച്ചിട്ടുള്ള ആ സ്ട്രാറ്റജീസ് ശരിക്കും പ്രാവർത്തികമാക്കി തുടങ്ങുന്നത്, ആ ഒരു കൗൺസിലിംഗ് പ്ലാൻ അനുസരിച്ച് പ്രാവർത്തികമാക്കി തുടങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ചസ് ഒരുപക്ഷെ ഇവിടെ എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തെറാപ്പി അവിടെ വരും, ചിലപ്പോൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്സ് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, ചിലപ്പം എന്താ പറയേണ്ടത് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, മോഡലിംഗ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ ഈ നമ്മൾ കോഗ്നിറ്റീവ് അപ്രോച്ചസിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കോഗ്നിറ്റീവ് അപ്രോച്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തിലാണ് ഡീൽ ചെയ്യുന്നത്? ആ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ബിലീവ്സിനെ കറക്റ്റ് ചെയ്യുന്നതിനകത്ത് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ മനസ്സിലുള്ള നോർമൽ അല്ലാത്ത ചിന്തകളെ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത പലതരം ചിന്തകളാണ് ആ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ. അപ്പൊ അത് കോഗ്നിറ്റീവ് അപ്രോച്ചസിലൂടെ അത് പരിഹരിക്കാം. നമ്മളിപ്പോൾ ജസ്റ്റാൾട്ടിന്റെ ടെക്നിക്സോ അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന പ്രധാന ഫോക്കസ് എന്താണ്? ആ ഒരു സെൽഫ് അവെയർനെസ്സിൽ വരുന്ന ഒത്തന്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ, അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ സൈക്കോ അനലിറ്റിക്കൽ എടുക്കാം, അല്ലെങ്കിൽ സപ്പോർട്ടീവ് സ്ട്രാറ്റജീസ് ഇവിടെ എടുക്കുന്നത് മേ ഓൾസോ ബി ബേസ്ഡ് ഓൺ ദ ക്ലയൻസ് നീഡ്സ്, ക്ലയൻസിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച്. ഇവിടുത്തെ പ്രധാന പേർപ്പസ് എന്ന് പറയുന്നത് ആ ചൂസ് ചെയ്ത മെത്തേഡ്സ് ഏതാണോ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതോടൊപ്പം അതിന്റെ ആ ഒരു പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. ആൻഡ് അതോടൊപ്പം എപ്പോഴെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായി വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ലീനിയർ അല്ല, സ്പൈറൽ ആണ്, എപ്പോഴെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തിരിച്ച് കഴിഞ്ഞ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം അല്ലെ. അപ്പൊ ഇവിടെ ക്ലയന്റ് ശരിക്കും ആ ക്ലയന്റിനെ കൗൺസിലർ ശരിക്കും പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ ഉണ്ടാകണം. യെസ്, യു ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൂടെ അവിടെ കൊടുക്കുക എന്നുള്ളത്. ആൻഡ് ആ ഒരു ക്ലയന്റിന്റെ മോട്ടിവേഷൻ നിലനിർത്താനായിട്ടുള്ള ആ ഒരു സപ്പോർട്ടും അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റു ചില ഏരിയാസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ക്ലയന്റിന്റെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ടോ, ബയോളജിക്കൽ, എന്താ പറയുക, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ, സ്പിരിച്വൽ ആസ്പെക്ട്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഇടപെടൽ ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു ആക്ഷൻ സമയത്ത് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അതിലൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് ആവശ്യമെങ്കിൽ അതിനെയും ഒക്കെ ചേഞ്ച് ചെയ്ത് മാറ്റം വരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത സ്റ്റേജ് ഇസ് ദ ഫിഫ്ത് വൺ, ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷൻ. അപ്പോ ഈ ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൗൺസിലിങ്ങിനെ അവസാനിപ്പിക്കുകയാണ്. കൗൺസിലിംഗ് അപ്പോൾ അവിടെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ടെർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് അല്ല ഇവിടെ വരുന്നത്. പക്ഷേ ഈ ഒരു ഇവാലുവേഷനും ടെർമിനേഷനും എന്ന് പറയുന്നത് തന്നെ കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഒരു അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഈ കൗൺസിലർ ആ പ്രോഗ്രസ് വിലയിരുത്തുന്നു, പ്രോഗ്രസ് റിവ്യൂ ചെയ്യുന്നു. ആ ഗോൾസ് എന്തൊക്കെയായിരുന്നോ ആ ഒരു സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്തത്, ആ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തോ എന്ന് നോക്കുന്നു. എന്നിട്ട് ഹി പ്രിപ്പയർസ് ദ ക്ലയന്റ് ടു മാനേജ് ഫ്യൂച്ചർ ചലഞ്ചസ് ഇൻഡിപെൻഡന്റ്ലി. അതല്ലേ അൾട്ടിമേറ്റ്ലി എംപവറിംഗ് എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചാലഞ്ചസ്, അത് ക്ലയന്റിന് സ്വയമേ മാനേജ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു എന്ന് കണക്കാക്കുക ഈ ഒരു ആക്ഷൻ സ്റ്റേജിൽ ശരിക്കും നടന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഡീലിംഗ് വിത്ത് ദ ക്ലയന്റ്സ് ഇമോഷണൽ റെഡിനെസ് ടു എൻഡ് ദ റിലേഷൻഷിപ്പ്.
ഇമോഷണലി ആ ഒരു ക്ലയന്റിനെ റെഡിയാക്കി കൊണ്ടുവരണം ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കുന്നതിനായി. അപ്പോ എന്താ പറയേണ്ടത്, ദേ വിൽ ബി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസ് ഹിയർ. അപ്പൊ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്ലയന്റ് ഷോസ് സഡൻ ഇംപ്രൂവ്മെന്റ് നിയർ ദ എൻഡ്. ആ ഒരു അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, നമ്മൾ ആ വിലയിരുത്തുന്ന ഭാഗത്ത് ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് കയറി വന്നത് പെട്ടെന്ന് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ആ ഒരു പ്രക്രിയക്കാണ് ഫ്ലൈറ്റ് ഇൻ ടു ഹെൽത്ത് എന്ന് പറയുന്നത്. അത് ഓർത്തു വെച്ചോളുക, ഫ്ലൈറ്റ് ഇൻ ടു ഹെൽത്ത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു സഡൻ ഇംപ്രൂവ്മെന്റ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് നമ്മളൊന്ന് നോക്കുക. നമ്മൾ അത്രയും സഡൻ ആയിട്ടൊരു ഇംപ്രൂവ്മെന്റ് അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ക്ലയന്റ് ഇത് അവസാനിക്കുന്ന ഘട്ടമായി ഒരുപക്ഷെ ഇതങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സഡൻ ഇംപ്രൂവ്മെന്റ് അവിടെ കാണിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഒരു ജെനുവിനും സസ്റ്റൈനബിളും ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആകണം എന്ന് നിർബന്ധമില്ല. ഇതങ്ങ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ചില സിംറ്റംസ് കാണിക്കുകയാണ് ഇംപ്രൂവ്മെന്റിന്റെ. കാരണം അപ്പോഴത്തേക്ക് ക്ലയന്റിന് ഓൾറെഡി മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതിനകത്ത് ഇംപ്രൂവ്മെന്റ് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫോളോ അപ്പ് സെഷൻസ് വേണം, സപ്പോർട്ട് പ്ലാൻസ് ഇവിടെ അറേഞ്ച് ചെയ്യണം. എന്താ പറയേണ്ടത്, വീണ്ടും ആ ഒരു പഴയ പടിയിലേക്ക് പോകാതിരിക്കുന്ന, ആ ഒരു റിലാപ്സിലേക്ക് പോകാതിരിക്കുന്നതിന് നമ്മൾ തയ്യാറാകണം, അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 5 പ്രധാനപ്പെട്ട സ്റ്റേജസ് നമ്മളിപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടല്ലോ. ഇനി ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമുക്കൊരു സെഷൻ അറേഞ്ച് ചെയ്യണമെങ്കിൽ ടിപ്പിക്കലി ഒരു കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, നമുക്ക് നേരത്തെ കൂട്ടി നിർണയിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ശരിക്കും അതവിടെ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ എങ്ങനെയാണ് ആ ക്ലയന്റ് അവിടെ തുടങ്ങുന്നത്, ഒരു സേഫ് എൻവയൺമെന്റ് അവിടെ ഓഫർ ചെയ്തുകൊണ്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്തൊക്കെ അവിടെ തുടങ്ങുന്നല്ലേ. അതിനുശേഷം ആ ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ കൺസേൺസ്, ഈ പ്രശ്നങ്ങളെയൊക്കെ ഗോൾസ് ആക്കി കൺവേർട്ട് ചെയ്ത് എന്താ പറയേണ്ടത്, ആ ഒരു ദിശയിലേക്ക്, ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു ദിശയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുന്നു എന്നുള്ളത്. പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അല്ലെ എന്തൊക്കെ മാർഗങ്ങളാണ് ഇതിന് ഉപയോഗിക്കാൻ കഴിയുന്നത്, അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ കൃത്യമായിട്ടുള്ള ചോയ്സിലേക്ക് എത്തുന്നു. ആ ചോയ്സിനെ വീണ്ടും എക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഇവിടെ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്, അല്ലെ? ആ ഒരു സെഷൻ അവസാനിക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ ആ ഒരു സെഷൻസ് അവസാനിക്കുന്നതോടൊപ്പം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ കൗൺസിലറും ക്ലയന്റും കൂടെ ഒന്നിച്ചിരുന്ന് ഒന്ന് റിവ്യൂ ചെയ്യുന്ന അവരിതുവരെ നടത്തിയ ആ ഒരു പ്രോഗ്രസ് എവിടം വരെ എത്തി എന്നുള്ളത്, അല്ലെ? അപ്പോൾ ഈ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് അതൊരു കാര്യം നമുക്ക് ഉറപ്പ് തരുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് കൗൺസിലിംഗ് റിമെയിൻസ് ഓർഗനൈസ്ഡ് ആൻഡ് എത്തിക്കലി കറക്റ്റ് എന്നുള്ളത്. എത്തിക്കലി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വരണം, അല്ലെ? കൗൺസിലിംഗ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലും കൗൺസിലിങ്ങിനെ സ്വാധീനിക്കുന്ന ചില പ്രോസസ്സ്, ചില പ്രക്രിയകളുണ്ട്. കൗൺസിലിങ്ങിനെ ഇത് പോസിറ്റീവായിട്ടും സ്വാധീനിക്കാം, നെഗറ്റീവായിട്ടും സ്വാധീനിക്കാം. അപ്പം നെഗറ്റീവായിട്ട് സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അത് അൺസക്സസ്ഫുൾ ആയി പോകും, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കൗൺസിലിങ്ങിനെ സ്വാധീനിക്കുന്നത്? അപ്പോൾ ഒന്ന്, അതിന്റെ സ്ട്രക്ചർ, അതായത് എക്സ്പെക്ടേഷൻസ് ആൻഡ് ബൗണ്ടറീസ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻസ്, ബൗണ്ടറീസ് ആൻഡ് എഗ്രിമെന്റ്സ് ഷെയർഡ് ബൈ ദ ക്ലയന്റ് ആൻഡ് ദ കൗൺസിലർ. അപ്പോ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ തുടക്കത്തിലെ തന്നെ എന്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഞാൻ എങ്ങനെ പെരുമാറും, ഞാൻ നിങ്ങളുടെ ഡേറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള ആ എക്സ്പെക്ടേഷൻസ് ഇവിടെ സെറ്റ് ചെയ്ത് സ്ട്രക്ചർ കൊണ്ടുവരിക. അത് ചെയ്തില്ല എങ്കിൽ പിന്നീട് എന്തുകൊണ്ട് അതെന്നോട് പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും എന്നുള്ളത്, അല്ലെ? ആൻഡ് അടുത്തത് ഇനിഷ്യേറ്റീവ് ആണ്. റിലക്റ്റന്റ് ആൻഡ് റെസിസ്റ്റന്റ് ക്ലയൻസ്. അപ്പൊ ഇവിടെ റിലക്റ്റന്റ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ട് മടി പിടിച്ച്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കുന്നവരെ എന്താ പറയേണ്ടത്, മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ക്ലയന്റിന്റെ മോട്ടിവേഷണൽ ലെവലിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചില വ്യക്തികൾ റിലക്റ്റന്റ് ആകും, കാരണം എന്താ പറയേണ്ടത്, ദേ വേ റെഫേർഡ് എക്സ്റ്റേണലി, ആരെങ്കിലും റെഫർ ചെയ്തിട്ട് ഇവിടെ വന്നതാണ്. ഇനി ചില വ്യക്തികൾ റെസിസ്റ്റ് ചെയ്യും, കാരണം ഈ ഒരു ഫിയർ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ മാറിപ്പോവോ എന്നുള്ള, അതായത് എന്റെ സ്വഭാവത്തിൽ എനിക്ക് മാറ്റം വരുമോ, ആ ഒരു ഫിയർ ഓഫ് ചേഞ്ച്, ഞാൻ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം എന്താകും എന്നുള്ള.
ആൻഡ് എന്താ പറയേണ്ടത്, കൗൺസിലേഴ്സ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്താ, എംപതി ഉപയോഗിക്കണം, പേഷ്യൻസ് ഉപയോഗിക്കണം, അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺഫ്രണ്ടേഷൻ അവിടെ നടത്തും. അപ്പോൾ അവിടുത്തെ സെറ്റിങ്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ഫിസിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു റൂമിലെ ലൈറ്റിംഗ് എന്തോരം ബ്രൈറ്റ് ആണ്, അവിടെ പ്രൈവസി ഉണ്ടോ അതോ മറ്റുള്ളവരാരെങ്കിലും കേൾക്കുന്നുണ്ടോ, അവിടെ ആ ഒരു ഇമോഷൻസ് എന്താ പറയേണ്ടത് പ്രകടിപ്പിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ പല മോഡൽസ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് SOLER മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ അതിനകത്ത് ചില സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിങ്ങിന്റെ ഒരു പോസ്ചർ എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ് ശരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്ലയന്റിന്റെ പല ക്വാളിറ്റീസും ഇവിടെ കണക്കിലെടുക്കുന്നുണ്ട്. ലൈക്ക് ദ ഏജ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് കണക്കിലെടുത്ത്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കണക്കിലെടുത്ത്, ആൻഡ് എന്താ പറയേണ്ടത് എന്തുമാത്രം ഓപ്പൺ ആണ് ക്ലയന്റ് എന്നുള്ളത് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു മോഡൽ അവിടെ സെറ്റ് ചെയ്യാം. അതാണ് അതിന് വേണ്ടിയിട്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ജഡ്ജിങ്ങിലേക്ക് നമ്മൾ, അതായത് നമുക്കൊരു മുൻവിധിയിലേക്ക് പോകാം. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഈ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ആണ് കൗൺസിലർക്ക് മുൻവിധികൾ ഉണ്ടാകാം. ഒരുപക്ഷെ ക്ലയന്റിനെ കുറിച്ച് അറിഞ്ഞ് കേട്ട് അല്ലെ ക്ലയന്റ് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഇത് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലേ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വീണു പോകാനുള്ള ഒരു സാധ്യത അവിടെ കൗൺസിലർക്കുണ്ട്. അതിനുപയോഗിക്കുന്ന ടേംസ് ആണ് യാവേസ്, ഹൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ യാവേസ്, ഹൗണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ അതിന്റെയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ അവിടെ കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു അബോധമായിട്ട് മനഃപൂർവ്വം അല്ലാതെ ആയിട്ട് നമുക്ക് ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു ബയാസ് ഇവിടെ ഉണ്ടാകരുത് ആ ഒരു ക്ലയന്റിന്റെ പൊട്ടൻഷ്യലിനെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു സംഗതിയാണ് ഇവിടെ ഈ കൗൺസിലിങ്ങിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ്സിനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ കൗൺസിലറിന്റെ ക്വാളിറ്റീസ് അല്ലേ, ഓക്കുൻ പറയുന്നത് എന്തൊക്കെയാണ് കൗൺസിലറിന്റെ ക്വാളിറ്റീസ് വേണ്ടത്? സെൽഫ് അവെയർനെസ്. കൗൺസിലർ ഹിംസെൽഫ് ഷുഡ് ബി സെൽഫ് അവെയർ. ആ ഒരു കോൺഗ്രുവൻസ് കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ വേണം, ആൻഡ് ആ പ്രൊഫഷനെ കുറിച്ചുള്ള നല്ല നോളജ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ലേ. ഇനി മറ്റു ചില ഘടകങ്ങൾ ഇവിടെയുണ്ട്. ആ ഒരു എക്സ്പേർട്ട്നെസ്, എന്തോരം എക്സ്പേർട്ടാണ് ഈ ഒരു വ്യക്തി കൗൺസിലിംഗ് നടത്തുന്നതിൽ, ആൻഡ് ഹൗ അട്രാക്റ്റീവ് ക്യാൻ ഹി ബി ടു ദ ക്ലയന്റ് ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറിലൂടെ. ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ്, ട്രസ്റ്റ് എന്തുമാത്രം ആ ഒരു ക്ലയന്റിന് ഇവിടെ ലഭിക്കുന്നു എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ നോക്ക്, ഈ തീംസിനെയൊക്കെ ബേസ് ചെയ്ത് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് PSCക്ക്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ ഇത് പറയുമ്പോൾ ഇനി ഒരു 2 കോൺസെപ്റ്റ്സും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം. ഒന്ന് ട്രാൻസ്ഫറൻസ് ആൻഡ് മറ്റൊന്ന് കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ട്രാൻസ്ഫറൻസ് എപ്പോഴാണ് നടക്കുന്നത്? വെൻ എ ക്ലയന്റ് ബിഗിൻസ് ടു പ്രൊജക്ട് ഫീലിംഗ്സ് അസോസിയേറ്റഡ് വിത്ത് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഓൺ ടു ദ കൗൺസിലർ. അതായത് ആ ഒരു ക്ലയന്റിന്റെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ക്ലയന്റിന്റെ ആ ഒരു ഫീലിങ്സ് അത് ആ ഒരു കൗൺസിലർക്ക് നേരെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിനെ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നു. അപ്പൊ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റിഫേഴ്സ് ടു ദ കൗൺസിലർ പ്രൊജക്ടിങ് പേഴ്സണൽ ഫീലിംഗ്സ് ഓൺ ടു ദ ക്ലയന്റ്. ഈ ഒരു എന്താ പറയേണ്ടത് ട്രാൻസ്ഫറൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആ ഒരു കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിനോമിന എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ഒരു ഉള്ളിലുള്ള ഫീലിങ്സ്, ഒരു പക്ഷെ പഴയ ഫീലിങ്സ്, ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഫീലിങ്സ് അത് മറ്റേ ആ വ്യക്തിയുടെ മുന്നിലേക്ക് പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഒരു പക്ഷെ കഴിഞ്ഞ ഒരു കുറെ നാൾക്ക് മുന്നേ നേടാൻ കഴിയാതെ പോയ ഒരു സംഗതി ഇവിടെ ഇപ്പം സാധിക്കാൻ കഴിയും എന്നുണ്ടാകുന്ന ആ ഒരു തോന്നൽ. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ ഇത് കൗൺസിലിങ്ങിന് ഒരു പ്രശ്നമായി മാറും. സോ ദ കൗൺസിലർ മസ്റ്റ് റിമെയിൻ സെൽഫ് അവെയർ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നോ എന്നുള്ളത് കൗൺസിലർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം.
എന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്താ പറയേണ്ടത്, മറ്റാരുടെയെങ്കിലും കൂടെ ഹെൽപ്പ് അവിടെ എടുക്കുക. അപ്പൊ ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് മെയിൻലി ഇതിന്റെ ആ ഒരു മീനിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യം അനുസരിച്ചിട്ടോ ഈ ഒരു ചോദ്യം ഇവിടെ വരാം. ഒരുപക്ഷെ ഒരു ചോദ്യം വരാം, ഒരു ക്ലയന്റിന് ആ ക്ലയന്റിന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചില ആഗ്രഹങ്ങൾ ഈ ഒരു കൗൺസിലർക്ക് നേരെ പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്ക് എന്താണ് പേര്? ദാറ്റ് ഇസ് ട്രാൻസ്ഫറൻസ്. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ് സേ ഈ ഒരു ക്ലയന്റിന് ആ ഒരു ക്ലയന്റിന്റെ ഒരു ടീനേജ് പ്രായത്തില് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ഈ ലവ് അഫെയർ ഫെയിൽ ആയിപ്പോയി, അതന്ന് നടന്നില്ല. എന്നാൽ ഇപ്പൊ ഇരിക്കുന്ന കൗൺസിലർ ഒരു ഫീമെയിൽ കൗൺസിലർ അടുത്താണ് ഈ ഒരു മെയിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ലവ് അഫെയറിൽ ഉണ്ടായ ആ ഒരു ഫെയിലിയർ ഇവിടെ വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. എന്തുമാത്രം ഒരു വ്യക്തിയുമായിട്ട് അടുപ്പത്തിലാകാം, അല്ലെങ്കിൽ ഒരു ക്ലയന്റുമായിട്ട് എന്തുമാത്രം അടുപ്പത്തിലാകാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, so that brings us to the end of the discussion on counseling process. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സിൽ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട് നോട്ട്സ്. അപ്പം നോട്ട്സിനോടൊപ്പം ഒരുപാടധികം ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ആൻസർ കീ സെപ്പറേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് 50% കൂടുതൽ മാർക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നോ പ്രോബ്ലം, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അല്ലെങ്കിൽ ഈ ടോപ്പിക് ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. അടുത്ത ലെസണിൽ നമ്മൾ തിയറീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വിഷ് യു എ ഗുഡ് ഡേ. താങ്ക് യു.